തങ്കഭസ്മക്കൂറി ഇട്ട തമ്പൂരാട്ടി നിന്റെ തിങ്കളാഴ്ച നോമ്പിന്ന് മുടക്കും ഞാൻ. നോമ്പല്ല നൊയമ്പ്. ആ അത് ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് നോയമ്പ്, നിങ്ങൾക്ക് നോമ്പാ. തിങ്കളാഴ്ച നോമ്പിന്ന് മുടക്കും ഞാൻ. എന്താ പറ്റിയത്? ഇന്ന് തിങ്കളാഴ്ച അല്ല, ഞായറാഴ്ചയാ. മുടക്കാൻ പറഞ്ഞവനെ ആഴ്ച ഒരു പ്രശ്നമേ അല്ല. അതെന്തെങ്കിലും ക്ലീറ്റോനെ കഴിഞ്ഞിട്ടേ മുടക്കാനാണുള്ളൂ എന്ന് എനിക്കറിഞ്ഞൂടെ. എവിടെയെങ്കിലും നഷ്ടം വരുമെന്ന് ഉറപ്പുള്ളൊരു ബിസിനസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ തേടി പിടിച്ചു പോയി മുടക്കും കാശ്. ആർക്കെങ്കിലും പ്രയോജനമുള്ളൊരു സംഗതി എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതും പോയി മുടക്കും. അവൻ്റെ അവസരം. പിന്നെ ഇതിപ്പോൾ എന്താ അത്ര പറയാനുള്ളത്? അതെ, ഒരിക്കലൊരു കണക്കിനാണ് ഒരു പ്രണയമൊക്കെ ഒപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവരണത്. അതിന് പാടെ അങ്ങ് തള്ളിക്കളയല്ലേ എൻ്റെ പൊന്ന് തങ്കം. പ്രണയത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. എന്തൊന്ന്? പണയം. കുന്തമല്ല, എൻ്റെ ലോക്കറ്റ്. അലമാരിയിൽ നിന്ന് എടുത്തിട്ട് പോയില്ലേ, മറ്റന്നാൾ എടുത്തിട്ട് തരാമെന്ന് പറഞ്ഞിട്ട്. എവിടെ എൻ്റെ ലോക്കറ്റ്? എവിടെ? തങ്കം, കുറച്ച് കഷ്ടമാണ് നിന്റെ കാര്യം കേട്ടോ. എന്തെല്ലാം കാര്യങ്ങൾ വേറെ പറയാൻ കിടക്കണ്. അതിനിടയ്ക്ക് ആ പൂര് പോലും നാണം തോന്നിക്കാണ് ഉള്ള പ്രണയവും കൊണ്ടുവന്നിട്ട്. ഞാൻ എങ്ങനെ പറയാതിരിക്കും ക്ലീറ്റോ? ഇത്രയും നാൾ കൊച്ചു വളർന്നു തന്നെ ഒരു പെങ്കൊച്ച. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഈ നാൾ വരെ ആയിട്ട് സമ്പാദിക്കാൻ പറ്റിയിട്ടുണ്ടോ നമുക്ക്? ഞാൻ സമ്പാദിച്ചില്ലെങ്കിൽ എന്ത്, നീ സമ്പാദിച്ചല്ലോ. ഞാൻ എന്ത് സമ്പാദിച്ചു ക്ലീറ്റോ? ഒരു തങ്കക്കുടത്തിനെ കെട്ടിയനായിട്ട് കിട്ടിയില്ലേ? ഓ എന്ത് വലിയ പുച്ചാവുക്ക്. എനിക്കെന്താ തന്നെടി, എനിക്കെന്ത് കിട്ടി? ഒരാണ്ടാവ്. തല ഞാൻ തല്ലി ഞാൻ തല്ലടി, ഇത് തല്ലി പൊളിക്ക്. തല്ലി പൊളിച്ചിട്ട് ഉച്ചയ്ക്ക് ചോറിന് പകരം എന്റെ തലച്ചോറ് എടുത്ത് വിളമ്പ്. പിന്നെ മണ്ണും ചെളിയും ഇതിനെ ഇവിടെ ഉള്ളവർക്ക് പ്രാന്തല്ലേ. അതെ, കൂടുതൽ വെളുപ്പടിക്കരുത് കേട്ടാ. വലിയ തമാശ പറയാൻ വന്നേക്കുന്നു. നിന്റെ അടുത്തൊക്കെ പ്രണയം കൊണ്ടുവന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ല. നിനക്ക് ഈ അടുക്കളയിൽ കിടക്കാൻ തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഓ എനിക്ക് വേണ്ട, അങ്ങനെ പറയും. വേണ്ട, സ്നേഹത്തോടെ വരുമ്പോ സ്നേഹം. അയ്യോ ഇജാടാ. എന്താ പോന്ന്? എന്താ പോന്നേന്ന്? അമ്പടാ, കപ്പലണ്ടി മുട്ടായിയോ? ഇത് എവിടുന്നാ? അത് ക്ലീറ്റോ അങ്കിളിന് മാത്രം. അന്നത്തെ ക്ലീറ്റോ അങ്കിളിന് കൊടുക്കുക. ക്ലീറ്റോ അങ്കിളല്ലേ ഇരിക്കണേ. അതെ, ക്ലീറ്റോ അങ്കിളിന് ഇത് മാത്രമല്ല, എള്ളുണ്ട ഇഷ്ടമാണ്, ലഡു ഇഷ്ടമാണ്, ജിലേബി ഇഷ്ടമാണ്, അലുവ ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള സാധനങ്ങൾ അവിടെ മേടിക്കുമ്പോൾ ഒക്കെ ക്ലീറ്റോ അങ്കിളിനെ കൊണ്ട് തന്നോളണം കേട്ടാ. എന്നാ പോയി കളിച്ചോ. പടേ അധികം വെയിൽ കൊള്ളണ്ട, വെയിൽ കൊള്ളണ്ടാന്ന്. കൊച്ചിന് ലേശം പകവരു വന്നിട്ടുണ്ടെന്ന് തോന്നണം അല്ലേ? ആഹാ, ഓടിവാ ഓടിവാ. അങ്ങനെയല്ലേ പഠിക്കുന്നത്. കൊടുത്തോ? എന്താ പറഞ്ഞ അങ്കിള്? അങ്കിള് പറഞ്ഞ് അങ്കിളിന് എല്ലുണ്ട് ഇഷ്ടാ, പിന്നെ അലുവ ഇഷ്ടാ, കപ്പൽ മുട്ടായി ഇഷ്ടാ. കപ്പലിന്റെ പിണ്ണാക്ക് ഇഷ്ടമാണെന്നാ? കപ്പലിന്റെ മുട്ടായി. ആ അല്ല, അവൻ എന്തും തിന്നും. അവൻ അങ്ങനത്തെ ആളാ. അയ്യോ അല്ല, ഞാൻ എന്തിനാ ചിരിച്ചേ? നന്നായി ചിരിച്ചേ, നന്നായി ചിരിച്ചേ. കരഞ്ഞേ ഉണ്ടാ, എല്ലാം ട്രെയിൻ ചെയ്യിച്ചോണ്ടിരിക്കുക. ദേഷ്യം ദേഷ്യം. അതായത് തക്കളി ചെയ്ത് പേടിപ്പിച്ചേ. അയ്യോ അങ്ങനെ ഉണ്ടാ പേടിക്കൂല, കുറച്ച് ശക്തമായിട്ട്. നമുക്ക് അമ്മ വിളിക്കടി, അവളെ കാണിച്ച അവളെ വരട്ടെ നമുക്ക്. ഇപ്പൊ വരേ, ഓടി വാടി. ദേഷ്യപ്പെടാൻ പറയുമ്പോ എങ്ങനെയാണ്? കുറച്ചുകൂടി 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 കുറച്ചുകൂടി. നീ ഇപ്പൊ നോക്കിക്കോളേ മക്കളെ. ആദ്യം ഒന്ന് ചിരിച്ച് കാണിച്ചോളൂ, ചെറിയ ചിരി, ഇനി വലിയ ചിരി. കുറച്ചുകൂടി കുറച്ചുകൂടി കുറച്ചുകൂടി. ഇനി പെട്ടെന്ന് കരയുന്നു കരയുന്നു.
ചെറിയ കരച്ചില്. ഇനി വലിയ കരച്ചില്. നീ പേടിപ്പിച്ച കുറച്ചുകൂടി ശക്തമായിട്ട്. കുറച്ചുകൂടി. ഇഷ്ടപ്പെട്ടില്ലേ എന്റെ കൊച്ചിന്റെ അഭിനയം? പിന്നെ റിമോട്ട് കത്തത് നീ അങ്ങോട്ട് വന്നില്ലല്ലോ. ഓടിപ്പോയി റിമോട്ട് ചെണ്ടോ. നമ്മുടെ മോള് എന്താ പരിപാടി? നീ എന്താ ഒന്നും പോണൊന്നുമില്ലേ? നമ്മള് സമാധാനം സന്തോഷത്തോടെ ഇരിക്കാൻ സഹിക്കുന്നില്ലേ? ഞങ്ങളിവിടെ അപ്പൊ അടുത്ത പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. ഒരു കൊച്ചു വന്നിട്ട് അതിന്റെ വയറ് കാലിയാവും. നമ്മളൊക്കെ നല്ലോണം അധ്വാനിച്ചിട്ട് ജീവിക്കണാണേ. പണിയൊക്കെ കഴിഞ്ഞാ? ഇനിയിപ്പോ നമ്മള് ചില പരിപാടികളുണ്ട്. ഒളിച്ചു കളിക്കാം. ഇന്നലെ രാത്രി ഉറക്കില്ലടി അവള്. ഒളിച്ചു കളിക്കാം. കളിച്ചാലോ നമുക്ക്? കളിക്കാം. ഒളിച്ചു കളി. ഇപ്പൊ കളിക്കാം. എനിക്ക് വിളിച്ചാൽ ഇഷ്ടം. ശരി അപ്പൊ ഒളിച്ചു കളിക്കാം. ഞാനൊന്നും എനിക്ക് എനിക്ക് ഇന്നലത്തെ സാമ്പാർ ചൂടാക്കുന്നല്ലേ? കഷ്ണം അരിഞ്ഞ് വെച്ചേക്കല്ലേ? ഡാഡി ശരി പരിപാടി ഉണ്ട്. കളി. അയ്യോ പിന്നെ എന്താണ് കളി? എന്റെ നല്ല പ്രായത്തിൽ അതൊക്കെ കളിച്ച് മോഹമൊക്കെ തീർന്നതാ. ഇപ്പൊ ഒന്ന് വാ. വേണ്ട. മാമനും അമ്മയൊക്കെ ഉണ്ട്. അമ്മയൊന്നുമില്ല. അമ്മ ഉണ്ട്. പ്ലീസ് പ്രായമെങ്കിലും നോക്കണ്ടേ? നോക്കണമായിരുന്നു. അയ്യോ ചെല്ല് ചെല്ല്. പ്രായത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാള്. മുതുക്ക് കൂത്താട്ടങ്ങള് എല്ലാം കൂടെ ഇനിയിപ്പോ മൂത്ത മുതുക്ക് ഇവിടെ വേണ്ട കാണാനൊരാള് വേണ്ട. അങ്ങോട്ട് കളിച്ചാ മതി. ഞാൻ ഇന്നട്ടാ. എങ്കിൽ ശരി നല്ല കൊച്ചൊരു രസത്തിന് പറഞ്ഞല്ലോ. 1 2 3 4 5 6 7 8 എട്ടാമല പൊട്ടി പരമശിവൻ നെട്ടി പാർവതിക്കൊരു കുഞ്ഞ് ഗണപതി. ഞാൻ പോയേ. 1 2 3 4 5 6 7 8 എട്ടാമല പൊട്ടി പരമശിവൻ നെട്ടി പാർവതിക്കൊരു കുഞ്ഞ് ഗണപതി. 1 2 3 4 5 6 7 8 എട്ടാമല പൊട്ടി പരമശിവൻ നെട്ടി പാർവതിക്കൊരു കുഞ്ഞ് ഗണപതി. 1 2 3 4 5 6 7 8 എട്ടാമല പൊട്ടി പരമശിവൻ നെട്ടി പാർവതിക്കൊരു കുഞ്ഞ് ഗണപതി. നല്ലൂ. ഇപ്പൊ ഞാൻ 1 2 3 4 5 പേര് 25 തൊട്ട് എണ്ണണം. അല്ല 25 കണക്ക് പോലെ അറിഞ്ഞിടാ. അല്ല 50 പേരല്ലേ? അപ്പൊ അതിന്റെ പാതി 25 ആക്കി. 1 2 1 2 3 4 5 6 7 8 9 ഒരു പാറ ബാഗ് വിളിക്കാൻ പോവാ. 11 12 13 14 15 16 17 18 19 20 21 22 23 24 25. അതെ ഒരു കരടി ഇവിടെ ഒളിച്ചിരിപ്പുണ്ട്. ഒരു കരടി. ഒരു കുരങ്ങൻ. മരത്തിന്റെ മുകളിൽ ഒരു കുരങ്ങൻ ഇരിപ്പുണ്ട്. കുരങ്ങൻ. ഒരു മരത്തവള വന്ന് സാറ്റടിച്ചു. നാക്ക് നീളമുള്ള. പിന്നെ ഒരു പ്രാവ്. ഒരു പ്രാവ് അകത്ത് ഒളിച്ചിരിപ്പുണ്ട്. ഞാൻ സമ്മതിക്കൂല. പ്രാവും കുരങ്ങനൊക്കെ ഇരിക്കാന്ന് പറഞ്ഞില്ലേ? നീ പ്രാവ്. അപ്പൊ അമ്മ കരടിയോ? കണ്ടില്ലായിരുന്നല്ലോ. പക്ഷെ സാറ്റടി വെച്ച എല്ലാത്തിനും
പിന്നെ ഡാഡി നീ പ്രാവാണ്, ഇത് കരടിയാണ്. പിന്നെ കുരങ്ങനെ മരത്തിന് കൊണ്ടേ കിടപ്പുണ്ട് കുരങ്ങൻ. എവിടെ നിന്റെ അച്ഛനെവിടെ? മരത്തിന്റെ മണ്ടയിൽ ഒരു കുരങ്ങൻ തൂങ്ങി കിടപ്പുണ്ട്. ക്ലീറ്റോന് വേറെ ഒരു പണിയില്ല. എന്നിട്ട് വെറുതെ ഇങ്ങോട്ട് പറയും. കാണാതിരിക്കുന്നവർക്ക് പലതും പറയാം. ഞങ്ങൾ പറയും. നമുക്ക് കാണാൻ സാറ്റ് വെച്ചാലോ? എന്നാ കണ്ടുപിടിക്ക്. താനിവിടെ നിക്കണല്ലോ. എന്നിട്ട് മാവിന്റെ മണ്ടയിലാണ് കുരങ്ങനുള്ളത്. അയ്യോ നിക്ക്. മക്കളെ, എവിടെ പോയി? അമ്മ. അയ്യോ. അതിന്റെ പൊക്കത്തോട്ട് പോയി. എന്നിട്ട് കുഴപ്പമാ? ഞാൻ മാവിന്റെ മണ്ടയിൽ കുരങ്ങൻ വെറുതെ മോവിന്റെ വീട്ടിലൊക്കെ വലിഞ്ഞു എനിക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ടപ്പോ മാവിന്റെ മുകളിൽ കുരങ്ങൻ നിൽക്കുമ്പോഴാണ് തോന്നിയത്. മകളെ പന്തെടുത്തല്ലോ. പന്ത് കളിക്കാം. അയ്യോ റെഫറി കളിയുണ്ട്. പന്തെടുത്തോണ്ടോ? ഈ കളി തോറ്റാ. ഈ കളി തീർന്നു. ഈ കളി അല്ലെ എവിടെ ഇരി? അല്ലെ പോലെ ഇവിടെ ഇരിക്കില്ലേ? നിന്റെ മുതുക്ക് കൂത്താട്ടെല്ലാം കണ്ടിട്ടേ ഞാൻ പോവുള്ളൂ. ആർക്കെങ്കിലും അറിയും. തക്കളി പോക്ക് ഇപ്പൊ കിട്ടോ. കുറച്ചൊരു ദൂരം ഇത് ദേഹം അനങ്ങാനാണ് കളിക്കണമെങ്കിൽ ദൂരത്തോട്ട് എറിഞ്ഞ് കളിക്കും. ദേഹം അനങ്ങണതിനെ പറ്റി അളിയും മിണ്ടണ്ട. ദേഹം അനങ്ങണതിനെ പറ്റി അളിയും മിണ്ടണ്ട. എന്റെ കയ്യില് മോതിരം പോയേട്ടാ. എന്റെ കയ്യില് മോതിരം പോയി. മോതിരം അതല്ല നാത്തൂനെ, മറ്റേ കല്ല് വെച്ച മോതിരം. മോതിരം എവിടെ പോയി? ഞാനിപ്പോ ഇങ്ങനെ എറിഞ്ഞു വന്നപ്പോ പോയി. അതല്ല മറ്റേ വെഡിങ് ആനിവേഴ്സറിക്ക് മേടിച്ചു തന്ന മോതിരം. അതല്ല കല്ല് വെച്ച മോതിരം. എല്ലാ വിരലിലും മോതിരമൊക്കെ ഇടണതിന് ഒന്നാ പേരിന് ഇട്ടാ പോരെ. എവിടെ പോയി ഇപ്പൊ? വെഡിങ് ആനിവേഴ്സറിക്ക് മേടിച്ചു കൊടുത്ത മോതിരമാണ്. അരപ്പവന്റെ മോതിരം. അതിനിപ്പോ അടുത്ത വെഡിങ് ആനിവേഴ്സറിക്ക് വേറെ വാങ്ങിച്ചു കൊടുത്താൽ മതിയല്ലോ, പ്രശ്നം തീരൂലേ? അരപ്പവനുണ്ടായിരുന്നു. തെറിച്ചുപോയിട്ട് മുറ്റത്ത് തന്നെ ഉണ്ടാവും. എവിടെയും പോകുന്നില്ലല്ലോ. ഇതൊക്കെ ആകുമ്പോ സ്വർണ്ണമൊക്കെ ആകുമ്പോ ഉരുണ്ടങ്ങ് പോകും. വളം കണക്കല്ലേ ഇരിക്കുന്നത്. അത്രയും ദൂരക്കൊന്നും പോകില്ല. ഞാൻ കുളിമുറി പോയി നോക്കണം. കുളിമുറി പോയി നോക്കി. കിട്ടിയോ? പാത്രം കഴിയുമ്പോഴോ കുളിക്കുമ്പോഴോ ഒക്കെ ഊരി വെച്ചിട്ടുണ്ടോ? എന്റെ ഏട്ട ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് തെറിച്ചു പോയതായിട്ട് എനിക്ക് തോന്നി. തോന്നിയില്ല, പോയി. ബഹളം വയ്ക്കണ്ട. എന്തോന്ന് കിടന്നു ചാവണ ചെറുക്കാൻ? നീ ഞാൻ അറിഞ്ഞോണ്ടാണോ? അതെ അതെ, ബഹളം വയ്ക്കും. സ്വർണ്ണം കൊണ്ടാണ് എന്റെ ചൂടാണ്. കൊണ്ട് കളഞ്ഞു. ജമന്തി ഇവിടെ നിന്നല്ലേ? നീ ഇത്ര നേരം എന്ത് ചെയ്യുമായിരുന്നു? നീ ഇത്ര നേരം അല്ലേ? ഒരു നിമിഷം നിങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാം. നീ അടങ്ങടേ. ജമന്തി ഒരു മോതിരം കൂടെ എടുക്കാണ്ടാവോ? ബെസ്റ്റ്. ആദ്യം കളഞ്ഞു പോയത് കണ്ടുപിടിക്കാം. കളഞ്ഞു പോയത് കണ്ടുപിടിക്കാനാണ്. എന്തെങ്കിലും ബുദ്ധിപരമായിട്ട് എന്തെങ്കിലും നീക്കങ്ങൾ നടത്താന്ന് വെച്ചാൽ ഉടനെ ഇടംകൊല്ലിട്ടാണ്. അതെ, നിങ്ങളതിൽ വേറൊരു മോതിരം എടുക്കാനുണ്ടോ സെയിം വെയിറ്റിലുള്ളത്? ഉണ്ട് ലോക്കറില. ഉണ്ടെങ്കിൽ കളഞ്ഞു പോയ മോതിരം കണ്ടുപിടിച്ചു തരാം. ഉണ്ടോ? വലുതാണോ? ഇത് ഒരു പവനുണ്ട്. ഒരു പവന് കുഴപ്പമൊന്നുമില്ല. ഇങ്ങടുത്തേ, നീ അതിങ്ങടുത്തേ.
എന്ത് ചെയ്യാൻ പോവാ എന്റെ തങ്കം ഒന്ന് വായി വെച്ചിട്ടുണ്ട് എന്ത് ചെയ്യാൻ പോണെന്ന് കാണിച്ചു തരാം. നീ ഇതോടെ കൊണ്ട് കളയല്ലേ? ഇടേ ഇങ്ങ് എടുക്കടേ. ഞാൻ നിനക്ക് ആ മോതിരം എടുക്കണ്ടേ? വേണ്ടേ? വേണോ? നോക്കണം, ഈ മോതിരം ഇടുമ്പോ നോക്ക്. എങ്ങനെ നിങ്ങൾ ഞാനേ ഒരു കാര്യം നിനക്ക് കണ്ടുപിടിക്കണോ? അത് കണ്ടുപിടിക്കണം. പിന്നെ ഒരു പവനാണ്. ഓ ആയിക്കോട്ടെ. ഒരു പവന്റെ മോതിരാണ്. നിനക്ക് നഷ്ടപ്പെട്ട മോതിരം എടുത്തൂടെ? ഇത് മറ്റേ മോതിരം കിടന്ന് വിരലോട്ടിട്ടെ. അത് അവക്ക് ലൂസാ. എന്തൊക്കെ ചെയ്യാം വരുമ്പോ ഇട്. ആ ഏത് വിരലാണ് മോതിരം കിട? അതിലേക്ക് ഇടൂ. ആ ബോളും ചെയ്യുന്നേ. ഹലോ, എന്നെ പാലായിൽ അറിയപ്പെട്ടിരുന്നത് CBI ക്ലീറ്റോ എന്നാ. ക്ലീറ്റോസ് ബ്രെയിൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ക്ലീറ്റോസ് ബ്രെയിൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. മര്യാദക്ക് എന്റെ മോതിരം കളയാണല്ലേ? ജമന്തി ഒന്ന് കൈ ഇങ്ങനെ ഉയർത്തു. എറിയരുത്. ഒന്ന് ആക്ഷൻ കാണിക്കൂ. ഇങ്ങോട്ട് ആക്ഷൻ കാണിക്കൂ പ്ലീസ്. ഇങ്ങോട്ട് ആക്ഷൻ കാണിക്കൂ. ഇനി ഇങ്ങോട്ട് ആക്ഷൻ കാണിക്കൂ. തല അടിച്ചോട്ടെ. ഓക്കെ. ഇനി ആദ്യം കാണിച്ച ദിശയിലേക്ക് വലിച്ചെറിയണം. ബോള് വലിച്ചെറിയണം. എറിഞ്ഞോ? 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 എറിയ. പോയല്ലോ. വെള്ളം വെക്കല്ലേ. അത് പോയെങ്കിൽ നമുക്ക് ഇനിയാണ് കണ്ടുപിടിക്കാൻ എളുപ്പം. ഈ ദിശയിലേക്കല്ലേ എറിഞ്ഞത്? വരും. വാ, ഈ ദിശയിലേക്ക് വരും. വരും. നമുക്ക് ഇവിടെ നോക്കാം. എല്ലാരും വാ. വാ. വന്നത് രണ്ടും കണക്കാകട്ടോ കനക. നോക്കിയെടുക്ക. നമുക്ക് നോക്കാം. എല്ലാരും കൂടെ അരപ്പവന്റെ മോതിരാണ് കളഞ്ഞു പോയത്. നീ ഇപ്പൊ ഒരു പവന്റെ മോതിരോട് കളഞ്ഞ 1.5 പവനാ പോയത്. ബഹളം വെക്കല്ലേ. നീ എന്താ ഇപ്പൊ കാണിച്ചത്? ദിസ് ഈസ് ഡമ്മി ടു ഡമ്മി. ഇത് നമ്മുടെ വലിയ ഇൻവെസ്റ്റിഗേഷൻ കേസുകളിൽ മാത്രം പ്രയോഗിക്കുന്ന ഒരു പ്ലാനിങ് ആണ്. അത് അറിവുള്ളവർ ചെയ്യുന്നതല്ലേ? വെള്ളം വെക്കല്ലേ. നമുക്കിത് കണ്ടുപിടിക്കാം. ഇതിലിപ്പോ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, എനിക്ക് തോന്നുന്നത് സത്യത്തിൽ അത് സ്വർണം, യഥാർത്ഥ സ്വർണം തന്നെയാണ്. അവളെ നേരിട്ട് അടി പഠിക്കും. അല്ലെങ്കിൽ പിന്നെ ഇതിൽ സംഭവിച്ചിരിക്കുന്നത് ജമന്തിയുടെ കൈയുടെ പ്രവേഗം പ്രതീക്ഷിച്ചതിലും ഒരുപാട് അധികമായി പോയിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ ഒരു വ്യതിയാനത്തിൽ ഇതിൻ്റെ ദിശ മാറി വേറെ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ടോ. നമുക്ക് ഇവിടെ എന്തായാലും നോക്കാം. ഒന്നുകൂടെ എല്ലാവർക്കും കൂടെ നോക്കാം. ബാ മക്കളെ നോക്കണേ. അവിടെയൊക്കെ ഒന്ന് നോക്കണം. അത് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എന്നെ പറഞ്ഞാൽ മതി. അവിടെ നോക്കിയിട്ട് എന്താ കാര്യം? അങ്ങോട്ട് ഇറങ്ങിട്ട് അല്ല, നമ്മൾ ആര് നോക്കണത്? അല്ല, അതെ സംഭവം നമ്മൾ മുമ്പ് പാർട്ടി ഓഫീസിൽ വെച്ചൊരു മോതിരം പോയപ്പോ ഇങ്ങനെ നോക്കി കണ്ടുപിടിച്ചു. അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, അത് എനിക്ക് അങ്ങനെ അത് കറക്റ്റ് ആയിരുന്നു. അന്ന് കിട്ടിയായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് CBI? ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതാണ് പറഞ്ഞത് ദിശ. അടാ കണ്ടോ? ഭയങ്കര ബുദ്ധിയല്ലെങ്കിലും വേണ്ട മതി. വേണ്ട വേണ്ട വേണ്ട. എന്നെ ഇനി ആരും വേണ്ട. വേണ്ട എനിക്ക് വേണ്ട. ഒന്നും വേണ്ട. എടീ മക്കളെ, ഇതൊക്കെ തലയിൽ ആള് താമസം വേണം. ചുമ്മാ എന്തെങ്കിലും. അത് കിട്ടി. ആ എന്റെ മോനോട് അളിയാ, ജമന്തിയുടെ കൈ കിടന്ന അരപ്പവന്റെ മോതിരം. ഓക്കെ. അത് കളിച്ചപ്പോ നഷ്ടപ്പെട്ടു പോയി. അതിനല്ല ഡമ്മി ആയിട്ടിട്ടത് എന്റെ 1 പവന്റെ മോതിരം. ഇപ്പൊ നമുക്ക് ജമന്തിയുടെ അരപ്പവന്റെ മോതിരം കിട്ടി. പക്ഷെ എന്റെ 1 പവന്റെ മോതിരം എവിടെ? എടേ അതെങ്ങനെ 1 പവൻ പോണത്? അരപ്പവൻ കിട്ടിയപ്പോ പിന്നെ അരപ്പവനല്ലേ പോയുള്ളൂ. അളിയാ, ഞാൻ പറയണത് നീ ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കണം. ജമന്തിയുടെ കയ്യിൽ കിടന്ന് ജമന്തി എറിഞ്ഞ് അരപ്പവന്റെ മോതിരം അങ്ങ് പോയി. അപ്പം നമ്മൾ എന്ത് ചെയ്തു? അത് കണ്ടെത്താൻ വേണ്ടി 1 പവന്റെ മോതിരം ഡമ്മി ഇട്ടിട്ട് അത് വലിച്ചെറിഞ്ഞപ്പോൾ അത് പോയപ്പോൾ നമുക്ക് നേരത്തെ അരപ്പവൻ കിട്ടി. നേരത്തെ പോയ അരപ്പവൻ കിട്ടി. ഇപ്പം നമുക്ക് അരപ്പവനല്ലേ പോയിട്ടുള്ളൂ. എന്റെ അളിയാ, ഇത് എന്തോ മക്കളെ ഈ പറഞ്ഞത്? എന്റെ 1 പവന്റെ മോതിരം എവിടെടാ? അരപ്പവന്റെ മോതിരം എവിടെ പോയി? അതിനാണ് എന്റെ 1 പവന്റെ ഡമ്മി ഇട്ട്. ഇപ്പൊ നമുക്ക് അരപ്പവന്റെ മോതിരം കിട്ടുമ്പോ എന്റെ 1 പവന് പോയില്ലേ? അയ്യയ്യേ, നിന്നെ ഞാൻ ഇനി എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും അളിയാ? അളിയാ, ഞാൻ അതാണ് പറയണത്. നമ്മൾ മനസ്സിലായില്ലേ ഇതുവരെ? നീ തന്നെ ഇപ്പൊ 10,000 പ്രാവശ്യം പറഞ്ഞില്ല എന്റെ മോതിരം പോയില്ല, എന്റെ മോതിരം പോയില്ലെന്ന്. അത് പോയി. പോയി.
Alien versus Alien.